അമേരിക്കയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ആശങ്ക വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US കോൺസുലേറ്റുകൾ H1B, H4 വിസ അപ്പോയിന്റ്മെന്റുകൾ വീണ്ടും മാറ്റിവെക്കുന്നതാണ് കാരണം. ചിലർക്ക് 2026 അവസാനം വരെ കാത്തിരിക്കേണ്ടി വരും. ഡിസംബർ 10 ശേഷം തുടങ്ങിയ ഈ നടപടിക്ക് കാരണം എല്ലാ അപേക്ഷകരുടെയും സോഷ്യൽ മീഡിയ പരിശോധന ഉൾപ്പെടെയുള്ള പുതിയ കർശനമായ പരിശോധനകളാണ്. ഇന്ത്യയിലെ US എംബസി അപേക്ഷകരോട് അവരുടെ പഴയ അപ്പോയിന്റ്മെന്റ് തീയതികളിൽ കോൺസുലേറ്റിൽ വരരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പഴയ തീയതിയിലെത്തിയാൽ വിസ നിഷേധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. വിസ സ്റ്റാമ്പിങ്ങിനായി ഇന്ത്യയിലെത്തിയ പല പ്രൊഫഷണലുകളും ഇപ്പോൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. വിസ സ്റ്റാമ്പിംഗ് ഇല്ലാതെ അമേരിക്കയിലേക്ക് തിരികെ പോകാൻ അവർക്ക് കഴിയില്ല. ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നത് ഈ കാലതാമസം ജീവനക്കാർക്കും തൊഴിലുടമകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ്. ഗൂഗിൾ, ആമസോൺ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ US ടെക് കമ്പനികൾ ഇതിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിക്കുകയാണ്. ചില കമ്പനികൾ ഇപ്പോഴും സാധുവായ വിസ സ്റ്റാമ്പിംഗ് ഉള്ള ജീവനക്കാരോട് ഉടൻ അമേരിക്കയിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത് ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം. H1B വിസ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം വർദ്ധിക്കുന്നതിനാൽ EB-5 നിക്ഷേപ വിസ പോലുള്ള മറ്റ് ഇമിഗ്രേഷൻ വഴികളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രൊഫഷണലുകളെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. സമീപ വർഷങ്ങളിൽ അംഗീകരിച്ച H1B അപേക്ഷകളിൽ ഏകദേശം 71% വരുന്നത് ഇന്ത്യക്കാരിൽ നിന്നാണ്. മാർച്ച് 2026 മുതൽ ഒക്ടോബർ 2026 വരെയാണ് പലരുടെ അഭിമുഖങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. ഇത് അവരുടെ ജോലിയെയും സാമ്പത്തിക സ്ഥിതിയെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ വിവിധ രാജ്യങ്ങളിലായി കഴിയുന്ന കുടുംബങ്ങൾക്കിടയിൽ ഇത് വലിയ മാനസിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ജോലികൾ അനന്തമായി വൈകുന്നു. 2025 അമേരിക്ക ഇന്ത്യൻ പൗരന്മാരെ നാടുകടത്തുന്നതിൽ വലിയ വർധനവ് വരുത്തിയിട്ടുണ്ട്. നവംബർ 21 വരെ 3155 ഇന്ത്യക്കാരെ നാടുകടത്തി. ഇത് 2024 1368 ആയിരുന്നതും 2023 617 ആയിരുന്നതും വെച്ച് നോക്കുമ്പോൾ വലിയ വർധനമാണ്. അനധികൃതമായി അമേരിക്കയിൽ പ്രവേശിച്ചവർ, വിസ കാലാവധി കഴിഞ്ഞിട്ടും താമസിച്ചവർ, രേഖകളില്ലാതെ ജീവിച്ചവർ, ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തവർ എന്നിവരെയാണ് സാധാരണയായി നാടുകടത്തുന്നത് എന്ന് ഇന്ത്യൻ സർക്കാർ പാർലമെന്റിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാടുകടത്തൽ നടപടികൾക്കായി സൈനിക വിമാനങ്ങളും വാണിജ്യ വിമാനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. സമീപകാലത്ത് നാടുകടത്തപ്പെട്ടവരിൽ ഏകദേശം 62% പേരും വാണിജ്യ വിമാനങ്ങളിലാണ് തിരിച്ചെത്തിയത്. അമേരിക്കയിൽ സർക്കാർ ഇതിനെ ഒരു ദേശീയ സുരക്ഷാ സംരംഭം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യ ഈ കാര്യത്തിൽ സഹകരിക്കുന്നുമുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ സമൂഹം ഓൺലൈനിലും നേരിട്ടും വർദ്ധിച്ചു വരുന്ന വിദ്വേഷം നേരിടുന്നുണ്ട്. 2025 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ X എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ അമേരിക്കക്കാർക്കുമെതിരായ വംശീയ വിദ്വേഷവും വിദേശികളോടുള്ള വെറുപ്പും പ്രചരിപ്പിക്കുന്ന ഏകദേശം 2700 പോസ്റ്റുകൾ കണ്ടെത്തി. 2024 ഡിസംബർ 22 മുതൽ 2025 ജനുവരി 3 വരെയുള്ള കാലയളവിൽ 128 വിദ്വേഷ പോസ്റ്റുകൾക്ക് മാത്രം 138.54 ദശലക്ഷം കാഴ്ചക്കാരുണ്ടായിരുന്നു. ടെക്സസിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് പുറത്ത് നടന്ന ശല്യപ്പെടുത്തലുകൾ, ആരാധനാലയങ്ങളുടെ നാശനഷ്ടങ്ങൾ, വീട്ടിലേക്ക് പോയിക്കൊള്ളൂ എന്ന് പറയുന്ന വാക്കാലുള്ള ഭീഷണികൾ എന്നിവ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടുന്നു. H1B വിസ ചർച്ചകളെ ചൊല്ലി ഈ വിദ്വേഷ പ്രചാരണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ചില പോസ്റ്റുകളിൽ ഇന്ത്യക്കാരെ കൂട്ടത്തോടെ നാടുകടത്തണമെന്നും അവരുടെ പൗരത്വം റദ്ദ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ചില കാലയളവുകളിൽ ഹിന്ദുക്കൾക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ ഇരട്ടിയായി വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. 2022 മാത്രം 25 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം 2025 ഏതാണ്ട് ഏറ്റവും മോശം അവസ്ഥയിൽ എത്തിയതായി വിദഗ്ധർ പറയുന്നുണ്ട്. ട്രംപ് ഭരണകൂടം ഈ ബന്ധത്തെ തന്ത്രപരമായ ഒന്നായി കാണുന്നതിന് പകരം കച്ചവടപരമായ ഒന്നായിട്ടാണ് കാണുന്നത്. വ്യാപാര തർക്കങ്ങൾ, കുടിയേറ്റ നയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ, റഷ്യയിൽ നിന്ന് ഇന്ത്യ ഊർജ്ജം വാങ്ങുന്നതിലെ തർക്കങ്ങൾ എന്നിവയെല്ലാം ഈ ബന്ധം വഷളാവാൻ കാരണമായി. ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും പ്രതിരോധ സഹകരണം തുടരുന്നുണ്ട്. 2025 ഒക്ടോബറിൽ ഇന്ത്യയും അമേരിക്കയും 10 വർഷത്തെ പ്രതിരോധ ചട്ടക്കൂട് കരാറിൽ ഒപ്പുവെച്ചു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്ത ദീർഘകാല നയപരമായ ദിശാബോധം നൽകുന്നു. എന്നിരുന്നാലും ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച വ്യാപാര കരാർ വർഷാവസാനത്തോടെ യാഥാർത്ഥ്യമായില്ല. US-ലെ ബിരുദാന്തര ബിരുദ പ്രോഗ്രാമുകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനം 2024-25 9.5% കുറഞ്ഞു. 61% US സ്ഥാപനങ്ങളും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനം കുറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിസ അപേക്ഷകളിലെ ആശങ്കകൾ, വർദ്ധിച്ച പരിശോധനകൾ, യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണങ്ങളായി സ്ഥാപനങ്ങൾ പറയുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 2025 ജനുവരി മുതൽ കുറഞ്ഞത് 6000 വിദ്യാർത്ഥി വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. 2025 ആദ്യ പകുതിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള F1 വിസ വിതരണം മുൻവർഷത്തെ അപേക്ഷിച്ച് 44% കുറഞ്ഞു. ഈ അനിശ്ചിതത്വം കാരണം പല ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡ, ജർമ്മനി, UK, അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പുതിയ പ്രവേശനങ്ങളിൽ കുറവുണ്ടായെങ്കിലും 2024-25 US-ലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ ഉറവിടമായി തുടർന്നത്. ഓപ്ഷൻ പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തവരുടെ വർധനവ് കാരണം ബിരുദാന്തര ബിരുദ വിദ്യാർത്ഥികളിൽ ഏകദേശം പകുതിയോളം ഇന്ത്യക്കാരായിരുന്നു. പൗരന്മാരല്ലാത്തവർ വിദേശത്തേക്ക് പണം അയക്കുന്നതിന് ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള നികുതി സെനറ്റ് അവതരിപ്പിച്ച വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന ബില്ലിൽ 5% നിന്ന് 1% കുറച്ചു. 2026 ജനുവരി
ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ നികുതി പ്രധാനമായും പണം, മണി ഓർഡറുകൾ, മൂന്നാം കക്ഷി സേവനങ്ങൾ പോലുള്ള ബാങ്കിംഗ് ഇതര മാർഗങ്ങളിലൂടെയുള്ള കൈമാറ്റങ്ങൾക്ക് ബാധകമാകും. US ബാങ്കുകൾ വഴിയുള്ള കൈമാറ്റങ്ങൾക്കും കാർഡ് പേയ്മെന്റുകൾക്കും ഇതിൽ ഇളവ് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ അമേരിക്കക്കാർക്കും NRIകൾക്കും ഇത് വലിയ ആശ്വാസമാണ്. കാരണം അവർ ഇന്ത്യയിലേക്ക് വലിയ തുക അയക്കുന്നുണ്ട്. 2024 ഇന്ത്യക്ക് ലഭിച്ച അന്താരാഷ്ട്ര റെമിറ്റൻസുകളിൽ $129 ബില്യൺ ഉണ്ടായിരുന്നു. ഇതിൽ ഏകദേശം 28% യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നാണ്. 3.5% നിന്ന് 1% കുറച്ചതും ബാങ്ക് കൈമാറ്റങ്ങൾക്ക് ഇളവ് നൽകിയതും ഈ സമൂഹത്തിന്റെ സാമ്പത്തിക ഭാരം ഗണ്യമായി കുറക്കും. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് US പൗരന്മാർ പോലും അവരുടെ പൗരത്വം തെളിയിക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് നിയമനിർമ്മാണത്തിലെ വിവാദപരമായ നിർദ്ദേശം ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടുന്നുണ്ട്. ഈ നടപടി പൊതുവായ കുടിയേറ്റ വിരുദ്ധ പരാമർശങ്ങളോടൊപ്പം രാജ്യത്തെ ഏറ്റവും കൂടുതൽ നികുതി നൽകുന്ന ഒരു സമൂഹത്തിന് അനിശ്ചിതത്വത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ സമൂഹത്തിലെ നേതാക്കൾ നയങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ താരിഫ്, കുടിയേറ്റ നയങ്ങൾ ഭാവിയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ വഷളാക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആശങ്കകൾ വർദ്ധിച്ചിട്ടും പല കോൺഗ്രസ് അംഗങ്ങളും ഭരണകൂടത്തിന്റെ സമീപനത്തോട് സ്വകാര്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ രാഷ്ട്രീയപരമായ തിരിച്ചടികൾ ഭയന്ന് അവർ പരസ്യമായി പ്രതികരിക്കാൻ മടിക്കുന്നു എന്നതാണ് സത്യം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.